ഹലോ ഗായ്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോണത് പഴം ഇട്ടിട്ട് ഒരു അവിൽ വിളയിച്ചതാണ്. വൈകുന്നേരം 4 മണിക്കൊക്കെ ഒരു കട്ടൻ ചായൻ്റെ ഒക്കെ ഒപ്പം ഇരുന്നിട്ട് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി പലഹാരമാണ്. അപ്പം നമുക്ക് എങ്ങനെ ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഒരു 4 അച്ച് ശർക്കര എടുത്ത് നമ്മൾ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം. ശർക്കരയൊക്കെ ഉരുക്കി കഴിയുമ്പോഴത്തേക്കിന് നമുക്കിതൊന്ന് അരിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും. ആ ഒരു ടൈമിൽ നമുക്ക് ഒരു ഏത്തപ്പഴം എടുത്തിട്ട് നന്നായിട്ട് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം. നമ്മളിവിടെ 2 ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ അതെല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ശർക്കരയൊക്കെ നന്നായിട്ട് ഉരുക്കി തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഈ പാനിയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കും. ഈ ശർക്കര പാനിയും പഴവും കൂടെ നന്നായിട്ട് അതിൻ്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് തിളച്ച് വരണം. അങ്ങനെ നമ്മുടെ പഴവും ശർക്കര പാനി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാനുള്ളത് തേങ്ങ ചിരകിയതാണ്. ഒരു 1/2 കപ്പ് തേങ്ങ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. നമ്മുടെ തേങ്ങയും പഴമൊക്കെ ഇതിൽ കിടന്നിട്ട് നന്നായിട്ട് ശർക്കരയൊക്കെ പിടിച്ച് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ്. ഈ ഏലക്കാപ്പൊടിന്റെ ഫ്ലേവർ തരുന്നത് ഒരു അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. അങ്ങനെ അത് നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് 1 സ്പൂൺ നെയ്യാണ്. അങ്ങനെ എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള അവല് വേണം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അവസാനമാണ് കേട്ടോ നമ്മുടെ അവല് ചേർക്കേണ്ടത്. അങ്ങനെ അവലും കൂടി ഇട്ട് നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ബ്രൗണിഷ് കളർ ആകുമ്പോഴത്തേക്കിനും നമ്മുടെ അവൽ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാധാരണ നമ്മൾ അവലൊക്കെ കുഴച്ചെടുക്കുമ്പോഴത്തേക്കിനും സെപ്പറേറ്റ് ആയിട്ട് പഴമൊക്കെ വെച്ചിട്ടല്ലേ കഴിക്കാറ്. ഇപ്പം ആണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ലെന്നേ. ഈ ഏത്തപ്പഴത്തിൻ്റെ ആ ഫ്ലേവറും നമ്മുടെ ഏലക്കാപ്പൊടിയൊക്കെ ചേരുമ്പോഴത്തേക്കിനും നല്ലൊരു മണവും കിട്ടും, അടിപൊളി ടേസ്റ്റും ആയിരിക്കും. വൈകുന്നേരങ്ങളിൽ ഈ 4 മണിക്ക് എന്തുണ്ടാക്കുമെന്ന് വിഷമിച്ചിരിക്കുന്ന അമ്മമാർക്കൊക്കെ ഒരു അടിപൊളി എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് ഇത്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. അപ്പോൾ ഒരു ചക്കട്ട ചായൻ്റെ ഒക്കെ ഒപ്പം ഇത് കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണേ. അപ്പോൾ ഞങ്ങൾ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. No expression. Flow.